ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ മുസ്ലിയാക്കന്മാർ നമുക്കെതിരെ തെളിവായിട്ട് തിരികണ്ടോ? അപ്പൊ ഹാജറ ബീവി ശിർക്ക് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഹാജറ ബീവി ശിർക്ക് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? കാരണം മലക്കാണുള്ളത്, മലക്കിന്റെ ശബ്ദം കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഹാജറ ബീവി പറയാണ്, വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ജിബ്രീലിനോട് സഹായം തേടി ആര് സഹായം തേടി? ഹാജറ ബീവി സഹായം തേടി. ഇത് മുജാഹിദികൾക്കെതിരെ ഖുറാഫികൾ, നമ്മുടെ നാട്ടിലെ കുബൂരികൾ, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടെത്തി നടക്കുന്നവർ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, റബ്ബിന്റെ കിരാവിനെ വളച്ചൊടിക്കുന്നവർ, ഈ നിലക്ക് മുജാഹിദികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോ സലാസുല്ലമി മറുപടി എഴുതുക. അബ്ദുസലാസുല്ലമി അദ്ദേഹം മറുപടി എഴുതുക. കേട്ടോളൂ, അതിനകത്ത് ആദ്യം പറഞ്ഞത് കേട്ടോളൂ, നിങ്ങൾ നന്നായി പറഞ്ഞുതരാം. കാരണം ഇവര് ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നവർ ആരാണെന്ന് സലാസുല്ലമി ഇതിൽ പറയുന്നുണ്ട്. കേട്ടോ, ഹാജറ ബീവിയുടെ മലക്കിനോടുള്ള ഈ സഹായം തേടൽ. അപ്പൊ ഹാജറ ബീവി ആരോടാ സഹായം തേടിയത്? മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഇസ്തിഗാസ ശിർക്കാണെന്ന് ഒരു വഹാബിയും വാദിച്ചിട്ടില്ല. അപ്പൊ അതെന്തല്ല? ശിർക്കല്ല, ശിർക്കാണെന്നൊരു വഹാബിയും വാദിച്ചിട്ടില്ല, വാദിക്കുകയുമില്ല. നാളെ ഞങ്ങൾ വാദിക്കുമോ? അതുമില്ല. കാരണം എന്താ? ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതിക മാർഗം, മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ വിവരില്ല, പുരോഹിതന്മാർക്ക് വിവരില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് കേട്ടോളൂ, ഹറാം തിന്നുന്നവർക്ക്, ഇത് എന്റെ വാചകമല്ല, സലാസുല്ലമി എഴുതിയ വാചകമാണ്. ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ്. കണ്ടോ? അപ്പൊ ഹറാം തിന്നുന്നവന് സത്യം മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഹാജറ ബീവിയുടെ സംഭവം മനസ്സിലാക്കാൻ കഴിയാത്തവൻ, അവനെ സംബന്ധിച്ച് ഹറാമ് തിന്നുന്നതുകൊണ്ടാണ്. ഹലാൽ തിന്നാല് സത്യം മനസ്സിലാകും. ഇതൊന്നും ഞാൻ പറയല്ല, ആര് പറയാ? സലാസുല്ലമി. എന്നിട്ടിതാ ഇതിന്റെ അവസാനം, ഈ വിശദീകരണം തീരുന്നില്ല, ഇതിന്റെ അവസാനം നീ ഇവിടെ കൃത്യമായി ഞാൻ കാണിക്കേണ്ടത്, കൃത്യമായി ഈ ഇസ്ലാഹിൽ എന്താ ഉള്ളത് അത് തന്നെ ഇതിലുണ്ട്. പക്ഷേ ഇസ്ലാഹിൽ പറഞ്ഞത് പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു പോകുന്ന ഒരാൾ നടന്നു പോകുന്നതിനെ പറ്റിയാ പറഞ്ഞത്. എന്നാൽ ഇതിൽ പറയുന്നത് നോക്കൂ, എന്താ പറയുന്നത്? നാം പറയുന്ന വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവർ ഖണ്ഡനം എഴുതുന്നത്. നമ്മളിവിടെ അലിമല്ലാക്കെ നടത്തിയ തിരുമറിയുണ്ടല്ലോ, അതുപോലെ എന്താ പറയുന്നത് അറിയില്ല, നമ്മുടെ വാദം എന്താണെന്ന് അറിയാതെയാണ് മറുപടി എഴുതുന്നത്. ഇദ്ദേഹം സലാസുല്ലമി ഒരു ഉദാഹരണം പറയാണ്. ഒരു മുസ്ലിയാര് ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു, വിജനപ്രദേശം, മരുഭൂമിയിൽ ഒരു മുസ്ലിയാര് അകപ്പെട്ടു. ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ്. മരുഭൂമിയിൽ അകപ്പെട്ടപ്പോ വെള്ളമില്ല, ആ വെള്ളം കിട്ടാൻ അയാൾ നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. ആര്? ഈ ആളുണ്ടല്ലോ, ഈ വിജനപ്രദേശത്ത് പോയ ഒരു മുസ്ലിയാര്, വെള്ളം കിട്ടാത്ത മുസ്ലിയാര്, അയാൾ ഒരു അശരീരി കേൾക്കാണ്. ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി അയാൾ ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട്, നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായി സഹായതേട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. അശരീരി കേട്ടപ്പോ മുസ്ലിയാർ പെട്ടെന്ന് ചിന്തിക്കാണ്, പണ്ടിങ്ങനെ ഒരു അശരീരി ഹാജറ ബീവി കേട്ടിട്ടുണ്ട്, ഒരു മലക്ക് വന്നിട്ട്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? മലക്കുണ്ടാവും. അപ്പോ എനിക്ക് വെള്ളം തരണേ എന്ന് ചോദിച്ചാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. സലാസുല്ലമി പറയാം, മലക്കിനോട് പ്രാർത്ഥിക്കാം. പാത് പറയാമോ? നാളെ എങ്ങനെ പാത് പറയുമോ? ചെറിയ മുണ്ട എഴുതിയതിന് വാത് പറയുമോ? സലാസുല്ലമി എഴുതിയതിന് വാത് പറയുമോ? ഇസ്ലാഹിൽ കണ്ടത് 22 ക്യാരറ്റ് ശിർക്കാണെങ്കിൽ അതിന് തത്തുല്യമായ വാചകം ചെറിയ മുണ്ട എഴുതിയാൽ തൗഹീദാകുമോ? യുവത പ്രസിദ്ധീകരിച്ചാൽ തൗഹീദാകുമോ? സുല്ലമി എഴുതിയാൽ തൗഹീദാകുമോ? ശബാബിൽ വന്നാൽ തൗഹീദാകുമോ? അതോ മാറ്റു കുറയുമോ? ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഈ മൂന്നാമത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, വിസ്ഡം മുജാഹിദുകൾ പറയുന്നത് സിഹിർ വിഷയത്തിൽ അവരുള്ളത് മുജാഹിദുകളുടെ പാരമ്പര്യത്തിലാണത്രേ. കേരളത്തിൽ 1922 ശേഷം ആരംഭിച്ച മുജാഹിദ് പ്രസ്ഥാനം അന്ന് പറയുന്നത് തന്നെയാണത്രേ ഇന്നും ഇവർ പറയുന്നത്. നുണ പറയുന്നതിനും വേണ്ട ഒരതിര്. ഇവരുടെ ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക.
മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തഫ്സീറാണ് അമാനി മൗലവിയുടെ തഫ്സീർ. അമാനി മൗലവിയുടെ തഫ്സീറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മഹാനായ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ആ അമാനി മൗലവിയുടെ തഫ്സീറിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അമാനി മൗലവി ചുരുക്കി പറയാൻ അതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്, മരണമടഞ്ഞവർ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങളും അടങ്ങിയിരിക്കും. അമാനി മൗലവി വ്യക്തമായി പറഞ്ഞു, സിഹിർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറയാ, എന്താണ് സിഹിറിന്റെ ഉള്ളടക്കം. പിന്നെ മറ്റൊരു അപകടം എന്താ വെച്ചാൽ, ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടെ ഈ കേരളക്കരയിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയം കൊണ്ടു നടക്കുന്നൊരു പ്രസ്ഥാനമാണ് ഇസ്ലാമി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം. അപ്പോൾ അതിൻ്റെ ആദർശ പാരമ്പര്യത്തെ എന്തു ചെയ്യുന്നു, ഒരു മടിയുമില്ലാതെ ചോദ്യം ചെയ്തു പോകുന്ന ഒരു അവസ്ഥ. ഇതിന് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഇത് കാരണം ഇവരിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള അപകടങ്ങളാണ്. സിഹിറുമായി ബന്ധപ്പെട്ട പ്രൂഫ് പോയിന്റിലാണ് മൂസ സ്വലാഹിക്കാര് ഈ പച്ച നുണ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരള മുജാഹിദുകളുടെ പൂർവ്വകാല നേതാക്കൾ സിഹിറുമായി ബന്ധപ്പെട്ട് പുലർത്തിപ്പോന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നത് സവിസ്തരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ പാരമ്പര്യ മുജാഹിദുകളുടെ വഴിയിൽ നിന്ന് മാറിയത്. എന്നിട്ട് ഇവർ മറ്റുള്ളവരെ കുറിച്ച് അത് അങ്ങോട്ട് ആരോപിക്കുകയാണ്. എത്ര വലിയ വൈരുദ്ധ്യങ്ങളാണ് ഇവർക്കിടയിൽ നടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. രണ്ടാമത്തെ വിഷയം, നേർപ്പഥം വാരികയിൽ വന്ന ഒരു ലേഖനമാണ് സിഹിർ ചെയ്യുന്നതും സിഹിറിനെ നിഷേധിക്കുന്നതും കുഫർ. നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ലേഖനത്തിന്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് എഴുതുന്നത് ഇങ്ങനെയാണ്: സിഹിർ എന്ന വിഷയം പ്രമാണബദ്ധമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ എന്തുമാത്രം അപകടത്തിലേക്കാണ് അത് മനുഷ്യനെ ചാടിക്കുന്നത് എന്ന കാര്യമാണ് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത്. സിഹിർ ചെയ്യുന്നതും കുഫർ, സിഹിറിനെ കളവാക്കുന്നതും കുഫർ. അഥവാ സിഹിർ ഫലിക്കുമെന്നതിനെ നിഷേധിക്കുന്നതും കുഫറായിട്ടാണ് ഈ നേർപഥം എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ വാദം അനുസരിച്ചുകൊണ്ട് കേരളത്തിലെ പൂർവ്വകാല മുജാഹിദുകളിൽ എത്ര പേർ മുസ്ലിമായിട്ടുണ്ടാകും എന്ന്. കേരളത്തിലെ പാരമ്പര്യ മുസ്ലിംകളെ ഷിർക്കിന്റെയും കുഫറിന്റെയും വാക്താക്കളാക്കി രംഗത്ത് വന്ന ആ മൗലവിമാർ അവരെ തന്നെയാണ് ഇന്ന് അവരുടെ പുതിയ തലമുറ ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകളാക്കിക്കൊണ്ട് മുദ്ര കുത്തുന്നതെന്നത് വളരെ വലിയ രസം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിൽ സിഹിറിനെ നിഷേധിക്കുന്നത് കുഫറായിട്ടാണ് പരിചയപ്പെടുത്തിയതെങ്കിൽ 2001 പിളർപ്പിന്റെ സമയത്ത് അന്നത്തെ KNM ഈ സിഹിർ നിഷേധത്തെ കണ്ടിരുന്നത് വെറും ഒരു മസ്അല തർക്കം മാത്രമായിട്ടായിരുന്നു. അഥവാ കുഫറിന്റെയോ അല്ലെങ്കിൽ അനാചാരത്തിന്റെയോ അന്ധവിശ്വാസത്തിന്റെയോ ഒന്നും ഒരു വിഷയമായിട്ടായിരുന്നില്ല കണ്ടിരുന്നത്. സക്കരിയ സ്വലാഹി അന്നത്തെ മടവൂർ വിഭാഗവുമായി ഒരു സംവാദം നടത്തിയപ്പോൾ അതിലൊരു ചോദ്യത്തോട് അദ്ദേഹം നടത്തിയ പ്രതികരണം നിങ്ങളൊന്ന് കേൾക്കുക. സിഹിർ, ജിന്ന് ബാധ, പിശാച് ബാധ ഇവയെക്കുറിച്ചുള്ള സലഫി കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും ഒന്ന് തന്നെയാണോ വ്യക്തമാക്കുക. സിഹിർ, ജിന്നുബാധ ഇത് സംബന്ധമായി സലഫികൾക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടെന്ന് നാനാഭാഗത്തുനിന്ന് സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇത് രണ്ട് മസ്അലകളിലുള്ള തർക്കമാണ്. ഈ മസ്അലയിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ തെളിവുകൾ പരിശോധിക്കുന്നതിലും അതിന്റെ ബലാബലം നിർണ്ണയിക്കുന്നതിലും അതിനെ വ്യാഖ്യാനിക്കുന്നതിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നതാണ്. അപ്പൊ സിഹിറുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബഖറയിലെ വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന എന്ന ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ വ്യാഖ്യാനിക്കുന്നിടത്തുണ്ടായ വ്യത്യാസങ്ങൾ, അത് റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന് ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്, അതിനെ വ്യാഖ്യാനിക്കുന്നിടത്തുണ്ടായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള പഠനത്തിലും പരിശോധനയിലും ബലാബലം നിർണ്ണയിക്കുമുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ സലഫികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ പണ്ഡിതന്മാർക്കിടയിലും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മാത്രമായിട്ട് അതിൽ പുതിയ ഒരു തീരുമാനമോ പുതിയ ഒരു പ്രശ്നമോ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സക്കരിയ സ്വലാഹിയോട് പറയുന്നത് സിഹിറുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ അഭിപ്രായ വ്യത്യാസം കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, അത് സലഫി പണ്ഡിതന്മാർക്കിടയിലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ആ അഭിപ്രായ വ്യത്യാസത്തിൽ സിഹിറിനെ നിഷേധിക്കുന്ന വിഭാഗത്തിലുള്ള ആളുകളെ കുഫറിന്റെ വക്താക്കളായിട്ടാണോ അന്ന് പരിചയപ്പെടുത്തിയത്? കേവലം ഒരു മസ്അല തർക്കം മാത്രമായിട്ട്. ഇങ്ങനെ മസ്അല തർക്കമായി പരിചയപ്പെടുത്തിയ ഒരു വിഷയമാണ് പിന്നീട് വളർന്ന് വലുതായി വികസിച്ചതിന് ശേഷം
ഹദീസ് നിഷേധമായും സിഹിറിനെ നിഷേധിക്കൽ കുഫറായും ഒക്കെ ഇവർ പരിചയപ്പെടുത്തുന്ന